ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നു. മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മുടെ ആൻസർ ഷീറ്റൊക്കെ നല്ല വൃത്തിയായി കീപ്പ് ചെയ്യുക. മിസ് പറഞ്ഞ പോലെ ആൻസർ ഷീറ്റ് എക്സ്പ്ലനേഷൻ തന്നെയായിട്ടും പോയിന്റ് ബേസിൽ ഓരോ കാര്യങ്ങളും എഴുതാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ നമ്മുടെ തത്വചിന്തകരെ പറ്റി കുറേ ആൾക്കാരെ പേരൊക്കെ പറഞ്ഞു. നമ്മൾ മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് നേഷൻ, അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഒരു ഫിലോസഫിക്കൽ വലിയൊരു ബുക്സും അല്ലെങ്കിൽ ഫിലോസഫി തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിങ്സ്, അത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇനി പറയുന്നത് ധർമ്മ. നമ്മുടെ ഫിലോസഫി എന്തിൻ്റെ അടിസ്ഥാനമായിട്ടാണെന്നില്ല, നമ്മുടെ സിലബസ് പ്രകാരം പറയുന്നതാണ് മിസ്. പിന്നെ ധർമ്മം, ഓക്കെ. ദെൻ ന്യായ എന്ന് പറയുന്ന സമയം ന്യായ, മോക്ഷ, കർമ്മ, ധർമ്മ, ഇതിനോട് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളെ പറ്റിയൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ദെൻ സംസ്കൃത ശ്ലോകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഫിലോസഫി, ക്ലാസിക്കൽ ഇന്ത്യൻ ഫിലോസഫി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഓർത്തഡോക്സ് ആൻഡ് ആസ്തിക ആൻഡ് ഓർത്തഡോക്സ് നാസിക സ്കൂൾസ്. ദർ ആർ 6 ഓർത്തഡോക്സ് സ്കൂൾ ഇൻ ഫിലോസഫി. നമ്മുടെ ഓർത്തഡോക്സ് സ്കൂൾ ഫിലോസഫി, തത്വചിന്തയെ പറ്റി പഠിക്കാൻ ഇന്ത്യയിലുള്ള സ്കൂളുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ദർ ഇസ് എ 6 ഓർത്തഡോക്സ് സ്കൂൾ ഇൻ ഫിലോസഫി. അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആ ഒരു വിഭാഗത്തിൽ ആ ഒരു സ്റ്റഡിയാണ് എന്താണ് ഫിലോസഫി. ആ ഒരു സ്കൂൾ ഓഫ് സ്റ്റഡിയാണ് ഓർത്തഡോക്സ് ഫിലോസഫി. ന്യായ, ദ സ്കൂൾ ഓഫ് ലോജിക് സ്റ്റാർട്ടഡ് ഗൗതമ in the BC 20th century, and the Ottoman school started before Christ in 20th century, and the school yoga, that is another school, the name of the school yoga. Okay, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് പേരൊക്കെ നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് യോഗ, ഫിലോസഫി ആൻഡ് വാല്യൂസ്. സംഖ്യ ആൻഡ് യോഗ. എന്താണ് സംഖ്യ? The Samkhya school of education of because of and sufferings the desire, അതായത് നമ്മുടെ ആഗ്രഹം വിട്ടെറിഞ്ഞിട്ട് നമ്മൾ എന്തിന് ദൈവത്തിലേക്ക് പ്രീതിക്ക് വേണ്ടിക്ക് ജീവിക്കുക, പഠിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ത്രൂ അനാലിസിസ് ഓഫ് ഡിസ്ക്രിമിനൻ്റ് ഓഫ് യൂണിവേഴ്സ് ഓഫ് ഡിസ്ക്രൈബ് ലോകത്തെ പരിത്യജിച്ച് ജീവിക്കുന്നത്. അക്കോർഡിംഗ് ടു സംഖ്യ ഫിലോസഫി, the perception of limited our 5 sense and learning has take place in experience. അതായത് നമ്മുടെ ഓരോരോ ചിന്തകളെയൊക്കെ വിട്ടിട്ട് ലോകത്തെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, ഫാമിലിയൊക്കെ പരിത്യാഗം ചെയ്ത് ജീവിക്കുന്നതിനാണ് സാംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് മോക്ഷ, കർമ്മ, മിസ് പറഞ്ഞു അവർ ഇഗ്നറൻസ് ഓഫ് റിമൂവ്ഡ്. അങ്ങനെയൊക്കെ ഈ മോക്ഷ, കർമ്മ, ധർമ്മ ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫിലോസഫി പ്രകാരം പറയുന്നത്. വെൻ അവർ ഇഗ്നറൻസ് ഇൻസ് റിമൂവ്, നമ്മുടെ അജ്ഞത, നമ്മൾ ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അജ്ഞത മാറും. We realize the absolute truth, the desire for our knowledge, the need ask questions, seek answer to be calculated with appropriate tools of students. Okay, the books, function of non-function, analysis of information, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇങ്ങനെ പറയുന്നു. നെക്സ്റ്റ് ഫിലോസഫി സ്കൂൾ ഓഫ് വാല്യൂസ് പഠിപ്പിക്കാനും ഫിലോസഫി സ്കൂളുകളുണ്ട്. ഓക്കെ, Veda. Okay, it is the authority of these schools do not upset authority of the Vedas and God. Therefore, described Nastikas. There are Buddhism and Jainism and Kavagas. Buddhism and Jainism is also challenged the predominance of Brahmins in Indian society. ഇന്ത്യൻ സൊസൈറ്റിയിലെ ബ്രാഹ്മണരുടെ ചലഞ്ചേഴ്സ് ആയി നിന്ന 2 മതങ്ങളായിരുന്നു ബുദ്ധിസം ആൻഡ് ജൈനിസം. ഒക്കെ നമുക്കറിയാം. Then Buddhist philosophy is a system of beliefs based in teaching of Siddhartha. ഗൗതമ ബുദ്ധൻ, അദ്ദേഹം തന്നെയാണ് സിദ്ധാർത്ഥ. അദ്ദേഹത്തിന്റെ ടീച്ചിങ് ആണ് ബുദ്ധിസത്തിൽ പറയുന്നത്. ലേറ്റർ നോൺ ആസ് ബുദ്ധ, അദ്ദേഹം സിദ്ധാർത്ഥനാണ് പിന്നീട് ബുദ്ധ എന്നൊരാളായി മാറിയത്. Buddhism is a religion that stresses on religious in that
ടോളറൻസ്, അതായത് ടോളറൻസ് ചെയ്യുക, എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് എങ്ങോട്ട് പോവുക, ബുദ്ധന്റെ ആ ഒരു നമുക്കറിയാം, ഒരു മഞ്ഞ ഡ്രസ്സിട്ട് മുടി തലയിൽ കെട്ടി മരത്തിന്റെ ബോധിവൃക്ഷ ചുവട്ടിൽ ഇങ്ങനെ ഒരു സിറ്റ് ഇരിക്കുന്ന പിക്ചറൊക്കെ ഒരു ആർട്ടായിട്ട് ചില വീട്ടിലൊക്കെ ഛായാചിത്രങ്ങളായി തൂക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില വീടിന്റെ ചുമരിലൊക്കെ ഉണ്ടാവും ബുദ്ധൻ ഇങ്ങനെ ഒരു മരത്തിന്റെ ചോട്ടിൽ. അത് അദ്ദേഹത്തിന് അവിടെ നിന്നാണ് ഒരു ജ്ഞാനം ലഭിച്ചതും അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് പോയത്. അങ്ങനെ സിദ്ധാർത്ഥനാണ് പിന്നെ ആരായി മാറിയത്? ബുദ്ധയായി മാറിയത്. അപ്പോൾ അങ്ങനെയുള്ള ഫിലോസഫി സ്കൂൾസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ബുദ്ധിസ്റ്റ് ഫിലോസഫി, ദ 3 ഫീച്ചേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് ആർ നോൺ ആസ് the 3 marks of existence. Yes, there is no immoral soul. Okay, ധർമ്മപദ, അതായത് സോൾ, നമ്മൾ ആത്മാവിനെ പറ്റി, ആത്മാവ് ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ദെൻ ഭക്തി, സിക്കിസം ആൻഡ് ഇസ്ലാമിക് ആൻഡ് സൂഫിസം. ഭക്തി, ദ ഭക്തി മൂവ്മെന്റ്, ഇത് അതിൽ പറയും നമ്മൾ ധർമ്മ, ഭക്തി, മോക്ഷ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, സെയിൽസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് വേദിക് പീരീഡ്. വേദിക് പീരീഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫി ആണ് എന്ത്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിലാണ് നമ്മുടെ മഹാത്മാഗാന്ധി, രാധാകൃഷ്ണൻ ആൻഡ് മദർ തെരേസ, അല്ലെ? മദർ തെരേസയ്ക്ക് ആരാ നമുക്കറിയാം, അദ്ദേഹമാണ് മാലാഖ, ദൈവങ്ങളുടെ മാലാഖ. നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു മാലാഖയായിരുന്നു ആര്? നമ്മൾ മദർ തെരേസ, പാവങ്ങളുടെ അമ്മ എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ മദർ തെരേസ. നെക്സ്റ്റ് പറഞ്ഞ മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞു, രാധാകൃഷ്ണൻ, സ്വാമി വിവേകാനന്ദ, അങ്ങനെ കുറേ ആൾക്ക് നമ്മുടെ തത്വചിന്തകർ നമ്മുടെ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അതാണ് നമ്മളെ എന്ത് പറഞ്ഞത്? സ്കൂൾ ഓഫ് ഫിലോസഫി. അവരൊക്കെ പിന്നെ സ്കൂൾ ഓഫ് ഫിലോസഫി, ബുദ്ധിസ്റ്റ് സ്കൂൾസുകൾ, ജൈനിസം പഠിക്കുന്ന സ്കൂളുകൾ, വേദാസ് കാലഘട്ടത്തിൽ സ്കൂളുകളൊക്കെ പറഞ്ഞു. ദെൻ വേദിക് പീരീഡിൽ, നമ്മുടെ വേദിക് പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും 4 വേദങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. നമ്മുടെ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഈ ടെക്സ്റ്റിൽ പറയുന്നില്ല, യജുർവേദ വേദങ്ങളുടെ പേരുകളൊന്നും പരാമർശിക്കുന്നില്ല. മിസ്സിന് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ്, കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള പോയിന്റ്സ് എഴുതുമ്പം അതിന് ഇനി വേദിക് പീരീഡിലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ, എക്സാമിന് വേദിക് പീരീഡിലെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? There is important Vedas in our society. അല്ലെങ്കിൽ ഇൻ ഇന്ത്യ തന്നെ എഴുതിക്കോ. ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് പേര് എഴുതുമ്പോൾ മിസ് പറയുന്നത് നേരെ താഴെ വേണം എന്ത് എഴുതാൻ? ആൻസർ, എക്സ്പ്ലനേഷൻ അല്ലാത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. 1 is ഋഗ്വേദ, 2nd is സാമവേദ, 3rd is അഥർവവേദ, 4th is യജുർവേദ. അതിൽ ഋഗ്വേദ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേദാസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ആ ഫസ്റ്റ് വേദ, ആദ്യം രചിക്കപ്പെട്ട വേദം ഋഗ്വേദ. ഈ വേദ കാലഘട്ടത്തിലാണ് അന്ന് എന്തുണ്ടായിരുന്നത്? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജനങ്ങളെ വിഭാഗം ചെയ്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്ര എന്നിങ്ങനെയൊക്കെ ആ സമയത്ത് ഇനീക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറയും ഇഷ്ടം പോലെ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് പറഞ്ഞ പോലെ കറക്റ്റ് പോയിന്റ് ബേസ് ആയിട്ട് എഴുതുക. അതിൽ വരുന്നത് എയിംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിൻ്റെ എയിംസ് എന്താണ്? നമ്മൾ ഇത്തരം ഹിസ്റ്ററികളൊക്കെ പഠിച്ചിട്ട് വേദാസ് ആയാലും ബുദ്ധിസം, ജൈനിസം, നമ്മുടെ ഫിലോസഫേഴ്സ്, ഗാന്ധിജിയെ പോലുള്ള ഫിലോസഫിനെ പറ്റി അങ്ങനെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? കവർ ചെയ്ത് പോകുന്നതാണ് ഈ ഒരു പാർട്ട് 7ൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭക്തി മൂവ്മെന്റ്. നേരത്തെ പറഞ്ഞതിൽ ഭക്തി മൂവ്മെന്റ് ഇസ് ഇൻ ഇന്ത്യ ഇൻ 17th and 13th century AD. Grave importance of devotional practice of values of rituals. It is very important realization that the God is not mean that you could not worship another. This is the way of encourage tolerance of love and love of religions and famous bhakti saints. Saint means sannyasi, SAINT, saint. നിങ്ങൾക്കറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക. ബുദ്ധിസ്റ്റ് സെയിന്റ്, ജൈനിസ്റ്റ് സെയിന്റ് എന്നൊക്കെ, ബുദ്ധ സന്യാസി, ജൈന സന്യാസി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഈ സെയിൻസ് എന്താ പറയുന്നത്? ഫേമസ് ഭക്തി സെയിൻസ് ആർ ശങ്കരാചാര്യ, രാമാനുജ, രാമാനന്ദ, കബീർ, ശ്രീ ചൈതന്യ ആൻഡ് മീരാബായി. അപ്പം മിസ് പറഞ്ഞു നമ്മുടെ ഫേമസ് സെയിന്റ് ഏത് സെയിന്റാ പറഞ്ഞത്? ഭക്തി സെയിന്റ്. അപ്പൊ നിങ്ങളൊരു ഭാഗത്തെ ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, സുഖമായിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. ആരും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ബികോമിൽ ഈ ഒരു ഭാഗം, ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ, ഇതിൽ ചോദ്യങ്ങൾ വന്നാൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭക്തി സെയിൻസിന്റെ പേര് മീരാബായി, രാമാനുജ.
ശങ്കരാചാര്യ, നിങ്ങൾക്കറിയാം ശങ്കരാചാര്യന്റെ കഥകളൊക്കെ പണ്ട് ബാലരമ ബാലമംഗളം വായിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മിസ്സിന്റെ കാലഘട്ടത്തിൽ മിസ് ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ശങ്കരാചാര്യന്റെ കുറേ കഥകൾ മിസ് വായിച്ചിട്ടുണ്ട്. മീരാബായിന്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞ രാമാനുജന്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. കബീറിന്റെ ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, കബീർ കഥകൾ. ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല, ഇപ്പൊ മൊബൈൽ ഫോണല്ല എല്ലാവരും യൂസ്, അതുകൊണ്ട് പിന്നെ അതിലിങ്ങനെ അടിച്ചു നോക്കണം കബീർ, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത കഥകൾ ഇങ്ങനെ വരും. പക്ഷെ അതേപോലെ അല്ലല്ലോ പണ്ട്, ആഴ്ചയിൽ ഇങ്ങനെ ഓരോരോ കുഞ്ഞു ബുക്കുകൾ, ബാലഭൂമി, ബാലമംഗളം, അതൊക്കെ വരും. ഇപ്പോഴാണ് മിസ്സിന് അതിൻ്റെ ഒരു വാല്യൂ, സത്യം പറയാലോ, നിങ്ങളെ ഈ ഒരു ക്ലാസ് എടുക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരത്തിലാണ് മിസ്സിന് അതിൻ്റെയൊക്കെ ഒരു വാല്യൂ, മിസ് അനുഭവിച്ച റിയൽ ആയിട്ടുള്ള വാല്യൂസ് മനസ്സിലാവുന്നത്. കാരണം ഈ കബീർ കഥകൾ, മീരാബായിയുടെ കഥകൾ, പിന്നെന്താണ് ഇതിൽ പറഞ്ഞത്, ശ്രീ ശങ്കരാചാര്യന്റെ കഥകൾ, അതൊക്കെ കറക്റ്റ് അവരുടെ ലൈഫിലുള്ള കഥകൾ കറക്റ്റ് അതായത് കുട്ടികൾക്ക് ബാലമാസിക എന്ന് പറയാം, ബാലമാസികകളിലൂടെ, അതായത് അത് ബാലമംഗളായാലും ബാലരമയായാലും പണ്ടുള്ള ഏറ്റവും വലിയ ബുക്കുകൾ ബാലരമ ബാലമംഗളം, അതിലൂടെ വരുമ്പോൾ മിസ്സിന്റെ കാലഘട്ടത്തിൽ, അത്ര കുഞ്ഞു കാലഘട്ടത്തിൽ മിസ്സൊക്കെ കാത്തു നിന്ന് വായിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് വെറുതെ ടൈം പാസ്, അന്നത്തെ കുട്ടിക്കളിയിൽ വായിച്ചു പോയതാണെങ്കിലും ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു കൾച്ചർ നമുക്കുള്ളത് കൊണ്ട് അന്നത്തെ ഞങ്ങളെ ആ ഒരു ജനറേഷനിൽ അതൊരു പ്രത്യേക ഒരു രസമായിരുന്നു. ഇപ്പോഴാണല്ലോ ഫുൾ മൊബൈൽ ഫോണാണ് എല്ലാവരും. അന്ന് വായിച്ചിരുന്നത് ഇപ്പോൾ മിസ് ഒരു ടീച്ചറായിട്ട് മാറിയപ്പോൾ, ഇപ്പൊ നിങ്ങൾക്ക് പറയാനൊരു അവസരം കിട്ടിയപ്പോൾ മിസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം കുറേ സമ്പത്ത് കിട്ടുന്നതോ നമ്മൾ വലിയ ധനികരാകുന്നതോ ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ സന്തോഷം കണ്ട്. മിസ്സിൻ്റെ പേഴ്സണലി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷിച്ചെടുക്കുന്ന ഓരോ ക്ലാസ്സും എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മിസ്സിന് അനുഭവങ്ങളാണ് മിസ്സിൻ്റെ ഗുരു. അന്ന് മിസ് വായിച്ചിരുന്ന ശങ്കരാചാര്യൻ്റെ കഥകൾ, മീരാഭായിയുടെ കഥകളിലൊക്കെ മിസ് കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ്സിന് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബുക്ക് പോലും നോക്കാതെ പറയാൻ പറ്റുന്നത്. ഓക്കെ, ശങ്കരാചാര്യന്റെ കഥകൾ, അദ്ദേഹത്തിനുണ്ടായ നുറുങ്ങു തമാശകളും, കബീർ കഥകൾ എന്ന് പറഞ്ഞാൽ കബീർ ഒരു ഫിലോസഫറാണ്, ഒരു സെയിൻ്റാണ്, സന്യാസിയാണ്. കബീർ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള കുറേ കാര്യങ്ങൾ കഥകളായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ചിത്രങ്ങൾ സഹിതമാണ് ഇങ്ങനെ മറിച്ച് ബാക്കി നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന ആ കഥകൾ ഇപ്പം പറയാൻ നമുക്കിവിടെ സമയം, നമ്മളിത് കവർ ചെയ്ത് പോകാനുള്ളതാണ്. അതുകൊണ്ട് ആ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇപ്പോഴാണ് മിസ്സിന്റെ വാല്യൂസ് മനസ്സിലാവുന്നത്. കാരണം ബികോമിലൊക്കെ ഓരോ പേജ്, നിങ്ങൾക്ക് പാർട്ടിലൊക്കെ ഇത്രയും വലിയ വലിയ പോയിന്റ്സും നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ടെന്ന് അറിയാൻ മിസ്സിനെ പറഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ശങ്കരാചാര്യ കഥകൾ, രാമാനുജ. അപ്പൊ മിസ് പറഞ്ഞ എന്താണ്, പോയിന്റ് ബേസ് ആക്കി എഴുതണം. ഓരോരുത്തരുടെ പേര് താഴെ വേണം എഴുതാൻ, അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ശങ്കരാചാര്യൻ എഴുതുക, രാമാനുജൻ എഴുതുക, രാമാനന്ദൻ എഴുതുക, കബീർ KABIR കബീർ, ശ്രീ ചൈതന്യ എന്ന് എഴുതുക, ദെൻ മീരാബായി എന്ന് എഴുതുക. ഓക്കെ, ദിസ് ആസ് ദ ഭക്തി മൂവ്മെന്റ് സെയിൻസ് ആണ്, ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറയാം. അതിൽ സന്യാസിമാരുടെ പേരുകളാണ്. ഭക്തിയാണ് ഇവർക്ക് ഇമ്പോർട്ടൻസ്. ഭക്തിയിലൂടെ മോക്ഷം നേടാമെന്നുള്ള ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയൊരു പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം. ദെൻ സൂഫിസത്തിലാണ് നമ്മൾ സിഖ് സന്യാസിമാർ. സിഖിസം വാസ് സ്റ്റാർട്ടഡ് ബൈ ഗുരുനാനാക്കിനെ എല്ലാവർക്കും അറിയാം. ഗുരുനാനാക്ക് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഭക്തി ആൻഡ് റിജക്റ്റഡ് ദി സുപ്രീമസി ഓഫ് ബ്രാഹ്മിൺസ്. ബ്രാഹ്മണന്മാരുടെ സുപ്രീമസി, അവരുടെ ആ ഒരു ആധിപത്യം, സുപ്രീമസി, ഞങ്ങളാണെല്ലാവരും, ഞങ്ങളെ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ വലിയ ആളാണെന്നുള്ള ഒരു ഭാവം അല്ലേ, അതാണ് സുപ്രീമസി, സുപ്പീരിയോറിറ്റി ഞങ്ങൾക്കാണ് എന്നുള്ളത്. ആ ബ്രാഹ്മണ മതൻ ഗുരുനാനാക്സ് ടീച്ചിങ് പ്രാക്ടീസ് 3 waves of chanting the holy name of thus resembling God at times, and devotion of God and exploration of road of sharing with others. അതായത് ഭക്തി മൂവ്മെന്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചിന്താഗതി അദ്ദേഹം ഗുരുനാനാക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫിലോസഫർ. അത് സിഖിസം കൊണ്ടുവന്നത് ആരാണ്? ഗുരുനാനാക്കാണ്. അപ്പോൾ 1 word ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഗുരുനാനാക്കും സിഖൊക്കെ കാണുമ്പോൾ അതെന്ത് ചെയ്യുക, അതൊക്കെ റിലേറ്റഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഭക്തി മൂവ്മെന്റ് മറന്നുപോയ സെയിന്റ്, അതായത് സന്യാസിമ എന്നുള്ള വേർഡ് SAINT സെയിന്റ് മാറിപ്പോയത് സന്യാസിമ. അവിടെ പേര് മീരാബായി, അത് താഴെ പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 7 നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ.